നമസ്കാരം. എല്ലാവർക്കും ഗീതിക ഉണ്ണികൃഷ്ണൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽക്കലാണ്. ഇന്ന് കാണാൻ പോകുന്നത് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരളത്തിലെ തന്നെ അതിപ്രശസ്തമായ പരശുരാമൻ സ്ഥാപിതമായ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പടിഞ്ഞാറോട്ട് ദർശനമായി വാണരുളുന്ന അഘോരമൂർത്തിയാണ് ഏറ്റുമാനൂരപ്പൻ. നല്ല മഴയുള്ള ദിവസമാണ് നമ്മളിവിടെ എത്തിയത്. കൊറോണ കാലം ആയതുകൊണ്ട് തന്നെ ചെക്കിംഗ് ഉണ്ട്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഹെറിറ്റേജ് ആണ്. അതോടൊപ്പം തന്നെ ശബരിമല ഇടത്താവളമാണ്. ഏറ്റുപറയുന്ന പാപങ്ങളെല്ലാം കേൾക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ദേവനാണ് ഏറ്റുമാനൂരപ്പൻ. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ കെടാവിളക്ക് കത്തി നിൽക്കുന്ന ക്ഷേത്രം ഇതുതന്നെയാണ്. ആദി ശങ്കരാചാര്യയുടെ സൗന്ദര്യലഹരിയിൽ ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ചോറുകൊടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിവിടുത്തെ വഴിപാട് കൗണ്ടറാണ്. 7.5 പൊന്നാനപ്പുറത്ത് ഭഗവാൻ എഴുന്നള്ളുന്ന ക്ഷേത്രവും ഇത് തന്നെയാണ്. കുംഭമാസത്തിലെ ചതയ ദിനത്തിൽ കൊടിയേറി തിരുവാതിര ദിനത്തിൽ ആറോട്ടോടുകൂടി 10 ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. ഭഗവാന്റെ 8ാം ഉത്സവ ദിനത്തിൽ അർദ്ധരാത്രിയിലാണ് ചരിത്രപ്രസിദ്ധമായ 7.5 പൊന്നാന ദർശനം. ഇത് കാണുന്നത് ചന്തുക്കുട്ടൻ്റെ കുറച്ച് കളികളാണ്. ഏറ്റുമാനൂരപ്പൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ കാട്ടാമ്പാക്ക് എന്ന സ്ഥലത്ത് നിന്നാണ്. കാക്കയ്ക്കും പ്രാവിനും ഒക്കെ തീറ്റ കൊടുക്കുകയാണ്. ഒത്തിരി ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അവന്. ബലിക്കൽപുരയിലെ കെടാവിളക്കിൽ എണ്ണ ഒഴിക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. വലിയ വിളക്കിൻ്റെ മൂടിയിൽ പിടിച്ചിരിക്കുന്ന മഷിയെടുത്ത് കണ്ണെഴുതിയാൽ നേത്ര രോഗങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം. തേവർത്ത് മലയിൽ ഒരിക്കൽ ഒരു ആദിവാസി സ്ത്രീ മണ്ണാത്തി വട്ടയും പാരക്കോലുമായി കിഴങ്ങുകൾ മാന്തി നടന്നു. കിഴങ്ങ് മണ്ണിനടിയിലേക്ക് ധാരാളമുണ്ടെന്ന് മനസ്സിലാക്കിയ ആദിവാസി സ്ത്രീ പാര കൊണ്ട് കുറേശ്ശെ ചിനക്കിയെടുത്ത് വട്ടിയിലിട്ടു. ഇതിനിടെ യാദൃശ്ചികമായ ഒരു കുത്ത് യോഗനിദ്രയിലായിരുന്ന ശിവലിംഗത്തിൽ കൊള്ളുകയും മുകൾ ഭാഗത്ത് അല്പക്ഷതമേൽക്കുകയും ചെയ്തു. ക്ഷതം സംഭവിച്ച ഭാഗത്തു നിന്നും രക്തമൊഴുകുകയും കോപിഷ്ഠനായ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മണ്ണാത്തിയെ ശിലയായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ഈ സമയത്ത് മണ്ണാത്തി കയ്യിലിരുന്ന പാരയും വട്ടിയും ഒക്കെ വലിച്ചെറിഞ്ഞു. ഇത് ചെന്ന് വീണ ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്ന പട്ടിത്താനം എന്നാണ്. ആ കോല് ചെന്ന് വീണ സ്ഥലം കോൽപ്പാടം, ഇപ്പോൾ അറിയപ്പെടുന്ന കോയിപ്പാടം എന്നാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ ക്ഷതമേറ്റ സ്ഥലത്ത് അഭിഷേക ശേഷം മേൽശാന്തി ദിവസവും ചന്ദനം വച്ച് അടയ്ക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നു പോകുന്നതാണ്. മഹാദേവൻ ശിലയായി പോകട്ടെ എന്ന് ശപിച്ച മണ്ണാത്തിയുടെ പ്രതിരൂപമായ മണ്ണാത്തിക്കല്ല് ഇന്നും തേവർത്തമലയിൽ നിലകൊള്ളുന്നുണ്ട്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി തമ്പുരാട്ടിയുടെ തുളസിഹാരത്തിലും ഈ ക്ഷേത്രത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആസ്ഥാന മണ്ഡപം. ഇവിടെയാണ് 7.5 പൊന്നാന വലിയ കാണിക്ക നടക്കുന്ന സ്ഥലം. ഇതാണ് വില്ലുകുളം. വില്ലിൻ്റെ ഷേപ്പിലുള്ള കുളം അധികം ക്ഷേത്രങ്ങളിലൊന്നുമില്ല. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതും. ഇനി പോകുന്ന വഴിക്ക് ഈ കാണുന്നതാണ് കൃഷ്ണൻ കോവിൽ. ഇതിൻ്റെ അകത്തോട്ടുള്ള ഫോട്ടേജ് ഒന്നും അനുവദിക്കില്ല. ഇപ്പോൾ നമ്മൾ നേരിടുന്ന കൊറോണ എന്ന രോഗമൊക്കെ മാറി ലോകത്തെല്ലാവർക്കും സന്തോഷവും സമാധാനവും നന്മയും വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.